കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പാക്കുന്നത് പ്രായോഗികമല്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അച്യുതൻ വിവരങ്ങൾ വെച്ചിരുന്നു. അച്യുതൻ, രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BLOമാരുടെ അമിതമായ ജോലിഭാരം, അതിൽ ഉണ്ടായ ഒരു ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ടെക്നിക്കൽ പ്രോബ്ലം സുപ്രീം കോടതിയെ സംസ്ഥാനം ബോധ്യപ്പെടുത്തുകയാണോ അച്യുതൻ? ഹാഷ്മി, നിലവിൽ ചീഫ് ജസ്റ്റിസ് BR ഗവയുടെ യാത്രയപ്പ് ചടങ്ങ്, അതായത് സെറമോണിയൽ ബെഞ്ചിൽ അത് പുരോഗമിക്കുകയാണ്. ആ ബെഞ്ചിന്റെ ഭാഗം കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അതിനുശേഷമായിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്, മൂന്നംഗ ബെഞ്ച് ചേർന്നുകൊണ്ട് ഈ SIR ഉൾപ്പെടെയുള്ള ഹർജികൾ പരിഗണനയിലേക്ക് എത്തുക. നിലവിൽ 16ാമത്തെ ഇനമായിട്ടാണ് ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹർജി, മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജികൾ ഉൾപ്പെടെയാണ് ഈ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. സംസ്ഥാന സർക്കാർ പൊതുവെ ഈ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രായോഗികതകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. കാരണം SIR പ്രക്രിയയുടെയും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത് ഒരേ ജീവനക്കാരാണ്, അത് ചില സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത്. അടിയന്തര സ്റ്റേ വേണമെന്നൊരു ആവശ്യം കൂടി മുൻനിർത്തുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ BLOമാരുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഹർജികൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അവിടെ SIR പ്രക്രിയകൾ നിർത്തിവച്ചിരുന്നു. അപ്പോൾ ആ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ വാദം ഇക്കാര്യത്തിൽ ഉന്നയിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തിൽ എന്താണ് തുടർ നടപടികളായി സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകും. അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.